Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിവറ്റ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സ്. റിവറ്റ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ റിവറ്റിന്റെ സ്പെസിഫിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിവറ്റ്, അതിന്റെ യൂസസ്, അതുപോലെ റിവറ്റഡ് ജോയിന്റ്, സ്പേസിംഗ് ഓഫ് റിവറ്റ് ഇൻ റിവറ്റഡ് ജോയിന്റ്സ്, പിന്നെ സ്പെഷ്യൽ ഷീറ്റ് മെറ്റൽ റിവറ്റ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, ഡിഫക്റ്റ് ഇൻ റിവറ്റഡ് ജോയിന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റിവറ്റ് എന്താണ്? റിവറ്റ് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഹെഡ് ഉള്ള ഒരു സിലിണ്ടറിക്കൽ റോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവറ്റ് എന്ന് പറയുന്നത്. റിവറ്റഡ് ജോയിന്റ്സ്, അതായത് റിവറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതൊരു പെർമനന്റ് ജോയിന്റ് ആണ്. റിവറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർമനന്റ് ജോയിനിങ് മെത്തേഡാണ്. ഇനി ഒരു റിവറ്റിന് 3 പാർട്ടാണ് ഉണ്ടാവുക. ഹെഡ്, ബോഡി, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്തുകൂടി പറയും? ഷാങ്ക് എന്ന് പറയും, ടെയിൽ. ഇങ്ങനെ 3 പാർട്ടാണ് ഉണ്ടാവുക. ഹെഡ്, ബോഡി അല്ലെങ്കിൽ ഷാങ്ക്, ടെയിൽ. ഇനി ഒരു റിവറ്റിന്റെ ഡയമീറ്റർ, അല്ലെങ്കിൽ നമ്മളൊരു റിവറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ഡയമീറ്ററിലാണ്. ആ ഡയമീറ്റർ ഷാങ്കിന്റെ അല്ലെങ്കിൽ ബോഡിയുടെ ഡയമീറ്റർ ആയിരിക്കും. റിവറ്റ് ഡയമീറ്റർ എന്ന് നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഷാങ്കിന്റെ ഡയമീറ്റർ ആയിരിക്കും. ഈ റിവറ്റ് സാധാരണ നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് മൈൽഡ് സ്റ്റീല്, ബ്രാസ്, കോപ്പർ, അലൂമിനിയം അല്ലെങ്കിൽ അലൂമിനിയം അലോയ്സ്, ഇങ്ങനെയുള്ള ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണ് നമ്മൾ റിവറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റിവറ്റിംഗ് സാധാരണ യൂസ് ചെയ്യുന്നത് ഫാബ്രിക്കേഷൻ വർക്ക്സിന്, സ്ട്രക്ചറൽ വർക്ക്സിന്, ഷിപ്പ് ബിൽഡിങ്ങിൽ, അതുപോലെ ബ്രിഡ്ജസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? റിവറ്റ് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. റിവറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ജോയിൻ ചെയ്യാനുള്ള 2 മെറ്റൽ പ്ലേറ്റുകൾ ഒന്നിച്ച് വെച്ചതിന് ശേഷം അതിലൊരു ഹോള്, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ട് അതിലേക്ക് റിവറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് റിവറ്റിന്റെ ടെയിൽ പോർഷൻ നമ്മൾ ഹാമർ ചെയ്ത് ഹെഡ് ഫോമിലേക്ക് മാറ്റും. അപ്പോഴാണ് ഒരു പെർമനന്റ് റിവറ്റഡ് ജോയിന്റ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയാണ് റിവറ്റിംഗിന് എന്ത് ചെയ്യുന്നത്? മെറ്റൽ ഷീറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് റിവറ്റ്. റിവറ്റിനെ നമുക്ക് അതിന്റെ ലെങ്ത്, മെറ്റീരിയൽ, സൈസ്, ഷേപ്പ് ഓഫ് ഹെഡ്, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് സ്പെസിഫൈ ചെയ്യാം. ലെങ്ത്, മെറ്റീരിയൽ, സൈസ്, ഷേപ്പ് ഓഫ് ഹെഡ്, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിവറ്റിനെ സ്പെസിഫൈ ചെയ്യാം. അത് ഷേപ്പ് ഓഫ് ഹെഡ് വെച്ചിട്ട് റിവറ്റിനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു റിവറ്റിന്റെ ഹെഡിന്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ ഇന്റൻഡഡ് യൂസ്, അതായത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് റിവറ്റ് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഒരു റിവറ്റ് ഹെഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഡയമീറ്റർ, റിവറ്റിന്റെ ഡയമീറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ജോയിന്റിന്റെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമ്മുടെ റിവറ്റഡ് ജോയിന്റ്സിന് എത്രമാത്രം സ്ട്രെങ്ത് വേണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിവറ്റിന്റെ ഡയമീറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ലെങ്ത്, റിവറ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഷാങ്കിന്റെ ലെങ്ത് ആണ്. ഈ ലെങ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പ്ലേറ്റിന്റെ തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ലെങ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മെറ്റൽ പ്ലേറ്റ്സിന്റെ തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിവറ്റ്. ഹെഡ് ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് റിവറ്റിനെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടൈപ്പുകൾ എന്ന് പറയുന്നത് സ്നാപ്പ് ഹെഡ് റിവറ്റ്, പാൻ ഹെഡ് റിവറ്റ്, കൗണ്ടർ സൺ ഹെഡ് റിവറ്റ്, മഷ്റൂം ഹെഡ് റിവറ്റ്, ഫ്ലാറ്റ് ഹെഡ് റിവറ്റ്. ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത്. ഈ ഓരോ ടൈപ്പും അതിന്റെ യൂസും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആദ്യത്തേത് സ്നാപ്പ് ഹെഡ് റിവറ്റ്. ഏറ്റവും കോമൺലി നമ്മൾ റിവറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് റിവറ്റ് ആണ് എന്ത്? സ്നാപ്പ് ഹെഡ് റിവറ്റ്. മോസ്റ്റ് കോമൺ ഫോം ഓഫ് റിവറ്റ് ആണ് എന്ത്? സ്നാപ്പ് ഹെഡ് റിവറ്റ് എന്ന് പറയുന്നത്. ഈ സ്നാപ്പ് ഹെഡ് റിവറ്റിന്റെ ഹെഡിന്റെ ഷേപ്പ് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു ഹെമിസ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. റിവറ്റിന്റെ ഹെഡിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു ഹെമിസ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇവിടെ ഈ സ്നാപ്പ് ഹെഡ് റിവറ്റിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഇത് യൂസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ വർക്ക്സിന്റെ കേസിലാണ്. സ്ട്രക്ചറൽ വർക്ക്സിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത് സ്നാപ്പ് ഹെഡ് റിവറ്റ് ആണ്. അതുപോലെ ബോയിലർ പ്ലേറ്റ് റിവറ്റിംഗിൽ ഉപയോഗിക്കുന്നത് എന്താണ്? സ്നാപ്പ് ഹെഡ് റിവറ്റിംഗ് ആണ്. സ്നാപ്പ് ഹെഡ് റിവറ്റ് ആണ് ബോയിലർ പ്ലേറ്റ് റിവറ്റിംഗിലും ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. സ്ട്രക്ചറൽ വർക്ക്സിൽ ഉപയോഗിക്കുന്നത് എന്താണ്? സ്നാപ്പ് ഹെഡ് റിവറ്റ് ആണ്. ബോയിലർ പ്ലേറ്റ് റിവറ്റിംഗിൽ ഉപയോഗിക്കുന്നത് സ്നാപ്പ് ഹെഡ് റിവറ്റ്. ഇനി സ്നാപ്പ് ഹെഡ് റിവറ്റിന്റെ ഹെഡിന്റെ ഡയമീറ്റർ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷന്റെ കേസിൽ, അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്ക്സിന്റെ കേസിൽ ഹെഡിന്റെ ഡയമീറ്റർ 1.75 D ആണ്. ഷീറ്റ് മെറ്റൽ വർക്ക്സിൽ ഉപയോഗിക്കുന്ന സ്നാപ്പ് ഹെഡ് റിവറ്റിന്റെ ഹെഡിന്റെ ഡയമീറ്റർ എത്രയാണ്? 1.75 D ആണ്. നമ്മൾ കോമൺലി പറയുമ്പോൾ സ്നാപ്പ് ഹെഡ് റിവറ്റിന്റെ ഡയമീറ്റർ എത്രയാണ്? 1.6 D ആണ്.
ഷീറ്റ് മെറ്റൽ വർക്ക്സ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അവിടെ ഹെഡിന്റെ ഡയമീറ്റർ 1.75D ആണ്. ഇനി നമ്മൾ ഒരു സ്നാപ്പ് ഹെഡ് റിവറ്റിനെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്യാം, 16/70 HTIS. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 16 എന്ന് പറയുന്നത് റിവറ്റിന്റെ ഷാങ്കിന്റെ ഡയമീറ്റർ ആണ്, 70 എന്ന് പറയുന്നത് ഷാങ്കിന്റെ ലെങ്ത് ആണ്, HT എന്ന് പറയുന്നത് ഹൈ ടെൻസൈൽ സ്റ്റീൽ ആണ്, IS എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്. ഇങ്ങനെയാണ് ഒരു സ്നാപ്പ് ഹെഡ് റിവറ്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, 16/70 HTIS. അപ്പോൾ സ്നാപ്പ് ഹെഡ് റിവറ്റിന്റെ കേസിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് അത് ഏറ്റവും കോമൺ ഫോം ഓഫ് റിവറ്റ് ആണ്. അതുപോലെ സ്ട്രക്ചറൽ വർക്ക്സിനും ബോയിലർ പ്ലേറ്റ് റിവറ്റിംഗിനും ഉപയോഗിക്കുന്ന എന്താണ് സ്നാപ്പ് ഹെഡ് റിവറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് പാൻ ഹെഡ് റിവറ്റ്. പാൻ ഹെഡ് റിവറ്റിന്റെ ഹെഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രസ്റ്റം ഓഫ് കോണിന്റെ, ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ഷേപ്പ് ആയിരിക്കും എന്ത് പാൻ ഹെഡ് റിവറ്റിന്റെ ഹെഡിന്റെ ഷേപ്പ്. അതായത് ഈ റിവറ്റിന്റെ ഹെഡിന്റെ ടോപ്പ് പോർഷൻ എന്തായിരിക്കും, ഫ്ലാറ്റ് പോർഷൻ ആയിരിക്കും. ടോപ്പ് പോർഷൻ ഇതുപോലെ ഫ്ലാറ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഹെവി സ്ട്രക്ചറൽ വർക്ക്സിൽ ഉപയോഗിക്കുന്ന എന്താണ് പാൻ ഹെഡ് റിവറ്റ് ആണ്. പാൻ ഹെഡ് റിവറ്റ് ആണ് ഹെവി സ്ട്രക്ചറൽ വർക്ക്സിൽ ഉപയോഗിക്കുന്നത്. അതായത് സ്ട്രെങ്ത് കൂടുതൽ റിക്വയർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന എന്താണ് പാൻ ഹെഡ് റിവറ്റ് ആണ്. ഇനി നെക്സ്റ്റ് കൗണ്ടർ സങ്ക് ഹെഡ് റിവറ്റ്. ഈ റിവറ്റിന്റെ ഹെഡിന്റെ ഷേപ്പ് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയാണ് ഉണ്ടാവും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പ്ലേറ്റിന്റെ ഔട്ട്സൈഡിൽ ഹെഡിന്റെ പ്രൊജക്ഷൻസ്, റിവറ്റിന്റെ ഹെഡിന്റെ പ്രൊജക്ഷൻസ് അവോയ്ഡ് ചെയ്യേണ്ട കണ്ടീഷൻസിലാണ് കൗണ്ടർ സങ്ക് ഹെഡ് ഉപയോഗിക്കുന്നത്. ജോയിൻ ചെയ്ത മെറ്റലിന്റെ ഔട്ട്സൈഡിൽ ഹെഡ് പ്രൊജക്ഷൻസ്, റിവറ്റിന്റെ ഹെഡിന്റെ പ്രൊജക്ഷൻസ് അവോയ്ഡ് ചെയ്യേണ്ട കണ്ടീഷൻസിലാണ് എന്ത് ഉപയോഗിക്കുന്നത് കൗണ്ടർ സങ്ക് ഹെഡ് റിവറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ കൗണ്ടർ സങ്ക് ഹെഡിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി അവൈലബിൾ ആണ്, 60 ഡിഗ്രി അവൈലബിൾ ആണ്, 120 ഡിഗ്രി അവൈലബിൾ ആണ്. ഇതിൽ സ്റ്റാൻഡേർഡ് കൗണ്ടർ സങ്ക് ഹെഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി കൗണ്ടർ സങ്ക് ഹെഡ് റിവറ്റ് ആണ്. സ്റ്റാൻഡേർഡ് കൗണ്ടർ സങ്ക് ഹെഡ് 90 ഡിഗ്രി ആണ്. അതുപോലെ തിൻ പ്ലേറ്റുകൾ, വളരെ തിന്നായിട്ടുള്ള പ്ലേറ്റുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 120 ഡിഗ്രി ആംഗിൾ ആണ് ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡേർഡ് കൗണ്ടർ സങ്ക് ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ് 90 ഡിഗ്രിയാണ്. വളരെ തിൻ പ്ലേറ്റുകൾ ജോയിൻ ചെയ്യുന്ന എന്തിനാണ് 120 ഡിഗ്രി ആംഗിൾ കൗണ്ടർ സങ്ക് ഹെഡ് റിവറ്റ് ആണ്. നെക്സ്റ്റ് മഷ്റൂം ഹെഡ് റിവറ്റ്. മഷ്റൂം ഹെഡ് റിവറ്റ് സ്നാപ്പ് ഹെഡ് റിവറ്റിന് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് റിവറ്റ് ആണ്. പക്ഷേ ഇവിടെ ഈ റിവറ്റിന്റെ ഹെഡിന്റെ ഹൈറ്റ് എന്തായിരിക്കും, റെഡ്യൂസ്ഡ് ഹൈറ്റ് ആയിരിക്കും. അതായത് ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പ്ലേറ്റിന്റെ ഔട്ട്സൈഡിൽ ഹെഡിന്റെ പ്രൊജക്ഷൻ എന്തായിരിക്കും, റെഡ്യൂസ്ഡ് ഹൈറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ മഷ്റൂം ഹെഡ് റിവറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഹെഡിന്റെ പ്രൊജക്ഷൻ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഹൈറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഫ്ലാറ്റ് ഹെഡ് റിവറ്റ്. ഫ്ലാറ്റ് ഹെഡ് റിവറ്റിന്റെ ഹെഡിന്റെ ഷേപ്പ് എന്തായിരിക്കും, ഇതുപോലെ തിൻ ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കും ഫ്ലാറ്റ് ഹെഡ് റിവറ്റിന്റെ ഹെഡിന്റെ ഷേപ്പ്. അതായത് മെറ്റൽ ഷീറ്റിന്റെ ഔട്ട്സൈഡിൽ പ്രൊജക്ട് ചെയ്യുന്ന വളരെ തിൻ ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കും എന്ത് ഫ്ലാറ്റ് ഹെഡ് റിവറ്റിന് ഉണ്ടാവുക. ഇനി ഇത് ഏറ്റവും കോമൺ ആയിട്ട് ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ വർക്ക്സിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് റിവറ്റ് ആണ്. ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷനിൽ ഉപയോഗിക്കുന്ന റിവറ്റ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ, ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് ആണ്. ഇതിനെ നമ്മൾ ടിൻ മാൻസ് റിവറ്റ് എന്ന് കൂടി പറയും. ഫ്ലാറ്റ് ഹെഡ് റിവറ്റിന്റെ മറ്റൊരു പേരാണ് എന്ത്, ടിൻ മാൻസ് റിവറ്റ്. ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ വർക്ക്സിൽ ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് ആണ്. ഇനി നെക്സ്റ്റ് റിവറ്റ് ഹോൾ സൈസ് ആൻഡ് ക്ലിയറൻസ്. നമുക്കറിയാം റിവറ്റിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഷാങ്കിന്റെ ഡയമീറ്റർ ആണ്. റിവറ്റ് ഹോളിന്റെ ഡയമീറ്റർ എപ്പോഴും ഷാങ്കിന്റെ ഡയമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് അവിടെ ഒരു ക്ലിയറൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്ലിയറൻസിനെ പറ്റിയാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ആദ്യത് കോൾഡ് റിവറ്റിങ്ങിലുള്ള ക്ലിയറൻസ്. കോൾഡ് റിവറ്റിംഗ് എന്ന് പറയുമ്പോൾ റിവറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ ആംബിയന്റ് ടെമ്പറേച്ചറിലായിരിക്കും അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റിവറ്റിംഗ് ചെയ്യുന്നത്. അങ്ങനെയുള്ള റിവറ്റിംഗിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിയറൻസ് എന്ന് പറയുന്നത്, അതായത് റിവറ്റ് ഹോളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് റിവറ്റിന്റെ ഷാങ്കിന്റെ നോമിനൽ ഡയമീറ്ററിനേക്കാൾ 0.2 to 0.3 mm കൂടുതലായിരിക്കും. കോൾഡ് റിവറ്റിംഗില് റിവറ്റ് ഹോളിന്റെ ഡയമീറ്റർ ഷാങ്കിന്റെ നോമിനൽ ഡയമീറ്ററിനേക്കാൾ 0.2 to 0.3 mm കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് കേസ് ഹോട്ട് റിവറ്റിംഗ്. ഹോട്ട് റിവറ്റിംഗ് എന്ന് പറയുമ്പോൾ എലിവേറ്റഡ് ടെമ്പറേച്ചറിലാണ് നമ്മൾ റിവറ്റിംഗ് ചെയ്യുന്നത്. അതായത് ഒരു 3/4 ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് റിവറ്റ് മെറ്റലിന്റെ 3/4 ടെമ്പറേച്ചറിൽ 3/4 മെൽറ്റിംഗ് ടെമ്പറേച്ചറിൽ നമ്മൾ റിവറ്റിംഗ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, ഹോട്ട് റിവറ്റിംഗ് എന്ന് പറയാം. ഇങ്ങനെ ഹോട്ട് റിവറ്റിംഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ എന്തായിരിക്കും, ക്ലിയറൻസ് കൂടുതലായിരിക്കും. ഹോട്ട് റിവറ്റിംഗിൽ ക്ലിയറൻസ് കൂടുതലായിരിക്കും.
അപ്പോൾ ഹോട്ട് റിവറ്റിംഗിൽ നമ്മൾ ഹോൾ ഡയമീറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നോമിനൽ ഡയമീറ്റർ ഓഫ് ഷാങ്കിന്റെ നോമിനൽ ഡയമീറ്ററിനേക്കാൾ 0.5 to 1.5 mm കൂടുതലായിരിക്കും. ഹോളിന്റെ ഡയമീറ്റർ ഷാങ്കിന്റെ നോമിനൽ ഡയമീറ്ററിനേക്കാൾ 0.5 to 1.5 mm കൂടുതലായിരിക്കും ഹോട്ട് റിവറ്റിംഗ് പ്രോസസ്സിംഗ്. അപ്പൊ ഇതാണ് റിവറ്റിന്റെ ഹോൾ സൈസ് ആൻഡ് ക്ലിയറൻസ്. ഇനി നെക്സ്റ്റ് ലെങ്ത് ഓഫ് റിവറ്റ്. ലെങ്ത് ഓഫ് റിവറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഷാങ്കിന്റെ ലെങ്തിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത്. ഇത് ജോയിൻ ചെയ്യേണ്ട മെറ്റലിന്റെ അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റ്സിന്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ലെങ്ത് ഓഫ് റിവറ്റ് ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പ്ലേറ്റ്സിന്റെ തിക്നെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്നാപ്പ് കട്ട് റിവറ്റിന്റെ കേസിലാണെങ്കിൽ ലെങ്ത് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് പ്ലേറ്റ്സ് പ്ലസ് 1.5 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആയിരിക്കും. അതായത് ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പ്ലേറ്റ്സിന്റെ തിക്നെസ് കമ്പൈൻഡ് തിക്നെസ് T പ്ലസ് 1.5 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആയിരിക്കും ലെങ്ത് ഓഫ് റിവറ്റ്. ഏതിന്റെ? സ്നാപ്പ് ഹെഡ് റിവറ്റിന്റെ കേസിൽ ലെങ്ത് ഓഫ് റിവറ്റ് ഈസ് ഈക്വൽ ടു T പ്ലസ് 1.5 ടൈംസ് D. ഇനി കൗണ്ടർ സക്ക് ഹെഡ് റിവറ്റിന്റെ കേസിലാണെങ്കിൽ ലെങ്ത് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത് T പ്ലസ് 0.6 ടൈംസ് D ആയിരിക്കും. T പ്ലസ് 0.6 ടൈംസ് D ആയിരിക്കും കൗണ്ടർ സക്ക് ഹെഡ് റിവറ്റിന്റെ കേസിൽ ലെങ്ത് ഓഫ് റിവറ്റ്. നെക്സ്റ്റ് റിവറ്റ് ഇന്റർഫറൻസ്. നമ്മൾ രണ്ട് മെറ്റൽ പ്ലേറ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു റിവറ്റിന്റെ ഷാങ്കിന്റെ ടെയിൽ പാർട്ട് എന്ത് ചെയ്യും, ഹാമർ ചെയ്തിട്ട് ഹെഡ് ഫോമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർ ഹെഡ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവറ്റ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഹെഡ് ഫോം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട റിക്വയർഡ് ലെങ്തിനെയാണ് നമ്മൾ റിവറ്റ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള റിവറ്റ് ഇന്റർഫറൻസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ആ ഹെഡ് ഷേപ്പ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹെഡ് ഷേപ്പ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർഫറൻസ് എന്ന് പറയുന്നത് x is equal to 1.3 to 1.6 times diameter of rivet ആണ്. റിവറ്റ് ഇന്റർഫറൻസ് x is equal to 1.3 to 1.6 times diameter of rivet അല്ലെങ്കിൽ diameter of shank ആണ് നമ്മൾ റിവറ്റ് ഇന്റർഫറൻസ് ആയിട്ട് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിവറ്റഡ് ജോയിന്റ്സിനെ പറ്റിയിട്ടാണ്. റിവറ്റഡ് ജോയിന്റ്സിനെ നമുക്ക് മെയിൻ ആയിട്ടും ലാബ് ജോയിന്റ് എന്നും ബഡ് ജോയിന്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഈ ലാബ് ജോയിന്റിനെ നമുക്ക് വീണ്ടും സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് എന്നും ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ബഡ് ജോയിന്റിനെ സിംഗിൾ സ്റ്റാബ് ബഡ് ജോയിന്റ് എന്നും ഡബിൾ സ്റ്റാബ് ബഡ് ജോയിന്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത് ലാബ് ജോയിന്റ്. എന്താണ് ലാബ് ജോയിന്റ് എന്ന് പറയുന്നത്? നമ്മൾ ജോയിൻ ചെയ്യേണ്ട ഷീറ്റ് മെറ്റൽസ് ഒന്നിനു മുകളിൽ മറ്റൊന്ന് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് റിവറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാബ് ജോയിന്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു ഷീറ്റിന് മുകളിൽ മറ്റൊരു ഷീറ്റ് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് റിവറ്റ് ചെയ്യുന്നതാണ് ലാബ് ജോയിന്റ്. ഇതിലെ റോ ഓഫ് റിവറ്റിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് റോ ഓഫ് റിവറ്റിനനുസരിച്ചിട്ട് ലാബ് ജോയിന്റിനെ നമുക്ക് സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് എന്നും ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇതിൽ സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ആണെങ്കിൽ സിംഗിൾ നമ്പർ ഓഫ് റോ ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ റോ ഓഫ് റിവറ്റ് ആയിരിക്കും. അതായത് ഒരു റോ ഓഫ് റിവറ്റുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ, അതായത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ആയിരിക്കും സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും സിംഗിൾ റോ ഓഫ് റിവറ്റഡ് ആയിരിക്കും. സിംഗിൾ റിവറ്റ് അല്ല, സിംഗിൾ റോ ഓഫ് റിവറ്റ് ആയിരിക്കും സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റിന്റെ കേസ്. ഇനി ഏറ്റവും സിംപ്ലസ്റ്റ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് റിവറ്റഡ് ജോയിന്റ് ആണ് സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ്. ഇനി നെക്സ്റ്റ് ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ്. ഇവിടെ എന്തായിരിക്കും 2 റോ ഓഫ് റിവറ്റ് ആയിരിക്കും. 2 റോ ഓഫ് റിവറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്ന പ്ലേറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. കൂടുതൽ റോ ഓഫ് റിവറ്റ് അക്കോമഡേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് പ്ലേറ്റ് വിഡ്ത്ത് ഓവർലാപ്പ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് ബഡ് ജോയിന്റ്. ബഡ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പ്ലേറ്റ്സ് എഡ്ജ് ടു എഡ്ജ് പ്ലേസ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്ത് ആ സ്ട്രാപ്പിന്റെ 2 എൻഡിലുമായിട്ട് റിവറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കൊടുത്തതുപോലെ ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നു, എഡ്ജ് ടു എഡ്ജ് പ്ലേസ് ചെയ്ത് അതിന് മുകളിൽ ഒരു സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്ത് സ്ട്രാപ്പിന്റെ 2 സൈഡിലും എന്ത് ചെയ്യുന്നു, റിവറ്റ് ചെയ്യുന്നു. അങ്ങനെ റിവറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ബഡ് ജോയിന്റ് എന്ന് പറയുന്നത്.
ലാബ് ജോയിന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ബഡ് ജോയിന്റ് എന്താണ്? സ്ട്രോങ്ങർ ആണ്. കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ജോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ബഡ് ജോയിന്റ് ആണ്. ഇനി ഈ ബഡ് ജോയിന്റ് തന്നെ നമ്പർ ഓഫ് സ്ട്രാപ്സിനനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്ട്രാപ്സിനനുസരിച്ചിട്ട് സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് എന്നും ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് ആണെങ്കിൽ അതിൽ ഒരു സ്ട്രാപ്പ് മാത്രമായിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫിഗറിൽ കൊടുത്തതുപോലെ ഒരു സ്ട്രാപ്പ് മാത്രമാണ് ബഡ് ജോയിന്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് എന്ന് പറയും. ഇനി രണ്ട് സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 2 കവർ പ്ലേറ്റ് അല്ലെങ്കിൽ 2 സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് എന്ന് പറയും. ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? സ്ട്രോങ്ങർ ആയിരിക്കും. സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് സ്ട്രോങ്ങർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ജോയിന്റ് സിഗ്സാഗ് ജോയിന്റ്. സിഗ്സാഗ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അഡ്ജസന്റ് റോയിലെ റിവറ്റുകൾ തമ്മിൽ ഒരു ട്രയാങ്കുലർ ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സിഗ്സാഗ് അറേഞ്ച്മെന്റ് ആയിരിക്കും. ഇതുപോലെ ഒരു ട്രയാങ്കുലർ ഫോർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? സിഗ്സാഗ് ജോയിന്റ് അല്ലെങ്കിൽ ട്രയാങ്കുലർ റിവറ്റിംഗ് എന്ന് പറയും. എന്തായിരിക്കും? അഡ്ജസന്റ് റോ ഓഫ് റിവറ്റുകൾ തമ്മിൽ റിവറ്റുകൾ തമ്മിൽ ഒരു ട്രയാങ്കുലർ ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള റിവറ്റിംഗ് ആണ് എന്ത്? സിഗ്സാഗ് ജോയിന്റ് അല്ലെങ്കിൽ സിഗ്സാഗ് റിവറ്റിംഗ് എന്ന് പറയും. ഇതിനെ ട്രയാങ്കുലർ റിവറ്റിംഗ് എന്ന് കൂടി പറയും. അപ്പോൾ ഇതുപോലെയാണ് എന്തുണ്ടാവുക? സിഗ്സാഗ് റിവറ്റിംഗിൽ റിവറ്റിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് സ്പേസിംഗ് ഓഫ് റിവറ്റ് ഇൻ റിവറ്റഡ് ജോയിന്റ്സ്. റിവറ്റഡ് ജോയിന്റ്സിലെ റിവറ്റിന്റെ സ്പേസിംഗ്. റിവറ്റഡ് ജോയിന്റ്സിനെ സ്പേസിംഗ് റിവറ്റഡ് ജോയിന്റിന്റെ സ്ട്രെങ്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സ്പേസിംഗിൽ പറയുമ്പോൾ ആദ്യത്തേത് റിവറ്റഡ് ജോയിന്റിന്റെ എഡ്ജിൽ നിന്ന് നിയറസ്റ്റ് റിവറ്റിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് 2 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആയിരിക്കണം. പ്ലേറ്റിന്റെ എഡ്ജിൽ നിന്നും, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ പ്ലേറ്റിന്റെ എഡ്ജിൽ നിന്നും നിയറസ്റ്റ് റിവറ്റിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് 2 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആണ്. ഷീറ്റ് മെറ്റൽ റിവറ്റിംഗിന്റെ കേസാണ് പറയുന്നത്. ഷീറ്റ് മെറ്റൽ റിവറ്റിംഗിന്റെ കേസിൽ പ്ലേറ്റിന്റെ എഡ്ജിൽ നിന്നും നിയറസ്റ്റ് റിവറ്റിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? 2 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ്. ഇനി ഈ ഡിസ്റ്റൻസ് 10 ടൈംസ് തിക്നെസ് ഓഫ് പ്ലേറ്റിനേക്കാൾ കൂടാനും പാടില്ല. അതായത് നിയറസ്റ്റ് റിവറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, എഡ്ജിൽ നിന്ന് നിയറസ്റ്റ് റിവറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 10 ടൈംസ് തിക്നെസ് ഓഫ് പ്ലേറ്റിനേക്കാൾ കൂടാനും പാടില്ല. അതായത് മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 10 ടൈംസ് തിക്നെസ് ഓഫ് പ്ലേറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ എഡ്ജിൽ നിന്ന് നിയറസ്റ്റ് റിവറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 2D-നേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ റിവറ്റ് ഫെയിലിയർ ആവുന്നത് ഈ എഡ്ജിൽ നിന്ന് റിവറ്റിലേക്ക് പ്ലേറ്റ് ടിയർ ചെയ്തിട്ടായിരിക്കും. പ്ലേറ്റ് ടിയർ ചെയ്തിട്ട് റിവറ്റ് എന്താവാം? ഫെയിലിയർ ആവാം. അതുകൊണ്ടാണ് മിനിമം 2 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ഡിസ്റ്റൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഗ്യാപ്പിംഗ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് 10 ടൈംസ് തിക്നെസ് ഓഫ് പ്ലേറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എഡ്ജുകൾ തമ്മിൽ എഡ്ജില് ഒരു ഗ്യാപ്പിംഗ് വരും. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ അവിടെ ഒരു ഗ്യാപ്പിംഗ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഡിസ്റ്റൻസ് ലെസ് ദാൻ 10 ടൈംസ് തിക്നെസ് ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പിച്ച് ഓഫ് റിവറ്റ്. പിച്ച് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത് ഒരു റോയിലെ രണ്ട് അഡ്ജസന്റ് റിവറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത്. സെയിം റോയിലെ രണ്ട് അഡ്ജസന്റ് റിവറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത്. ഈ പിച്ച് ഒരു റിവറ്റഡ് ജോയിന്റ്സിൽ മിനിമം പിച്ച് എന്ന് പറയുന്നത് 3 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആയിരിക്കണം. ഡയമീറ്റർ ഓഫ് റിവറ്റിന്റെ 3 ടൈംസ് ആയിരിക്കണം മിനിമം പിച്ച് ഡിസ്റ്റൻസ്. ഇനി ഈ പിച്ച് ഡിസ്റ്റൻസ് 3 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ട് റിവറ്റുകൾക്കിടയിൽ പ്ലേറ്റ് ടിയർ ചെയ്തിട്ട് റിവറ്റഡ് ജോയിന്റ്സ് എന്താവാം? ഫെയിലിയർ ആവും. 3 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റിനേക്കാൾ കുറവാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് റിവറ്റുകൾ ടു ക്ലോസ് ആണെങ്കിൽ ഫെയിലിയർ ആവുന്നത് എങ്ങനെയായിരിക്കും? രണ്ട് റിവറ്റുകൾക്കിടയിലുള്ള പ്ലേറ്റ് ടിയർ ചെയ്തിട്ട് റിവറ്റ് ഫെയിലിയർ ആവും. ഇനി ഈ ഡിസ്റ്റൻസ് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ, അതായത് പിച്ച് വളരെയധികം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ട് റിവറ്റുകൾക്കിടയിൽ, ഒരു റോയിലെ രണ്ട് റിവറ്റുകൾക്കിടയിൽ പ്ലേറ്റിന് ബൾക്കിംഗ് ഉണ്ടാവും. ഇതുപോലെ ബൾക്കിംഗ് ഉണ്ടാവും. അപ്പോൾ മിനിമം എത്രയാവണം? മിനിമം 3 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആയിരിക്കണം. മാക്സിമം വളരെയധികം കൂടാനും പാടില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്പെഷ്യൽ ഷീറ്റ് മെറ്റൽ റിവറ്റ്സും അതിന്റെ ആപ്ലിക്കേഷൻ. ആദ്യത്തെ ട്യൂബുലാർ റിവറ്റ്. ട്യൂബുലാർ റിവറ്റിൽ നമ്മൾ റിവറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡിന് സപ്പോർട്ട് ആവശ്യമില്ല. ഇവിടെ ട്യൂബുലാർ റിവറ്റിന് ഒരു എക്സാമ്പിൾ ആണ് പോപ്പ് റിവറ്റ്. ഈ കാണിച്ചിരിക്കുന്നതാണ് പോപ്പ് റിവറ്റ്. പോപ്പ് റിവറ്റിന് ഒരു സ്റ്റെം ഉണ്ടാവും, അതുപോലെ ഒരു ഷാങ്ക് പാർട്ട് ഉണ്ടാവും, പിന്നെ ഒരു സ്റ്റെം ഹെഡ് ഉണ്ടാവും. ഷാങ്കിന്റെ ടെയിൽ പാർട്ടിലായിട്ട് സ്റ്റെം ഹെഡ് ഉണ്ടാവും. ഇവിടെ നമ്മൾ റിവറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്
ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റിൽ ഹോൾ ഡ്രിൽ ചെയ്തതിനു ശേഷം ഈ പ്ലേറ്റുകളെ ഒന്നിച്ച് വെച്ചിട്ട് ആ ഹോളിലൂടെ എന്ത് ചെയ്യും, ഈ സ്റ്റെം പാർട്ട് ഇൻസേർട്ട് ചെയ്യും. സ്റ്റെം പാർട്ട് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഒരു റിവറ്റ് ഗൺ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റെമ്മിനെ പുള്ള് ചെയ്യും. സ്റ്റെമ്മിനെ പുള്ള് ചെയ്യുമ്പോൾ ഈ സ്റ്റെം ഹെഡ് താഴേക്ക് പുള്ള് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും, ടെയിൽ പാർട്ട് ബൾജ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഹെഡ് ഷേപ്പ് ഫോം ചെയ്യും. അങ്ങനെയാണ് ട്യൂബുലാർ റിവറ്റില് റിവറ്റിംഗ് ചെയ്യുന്നത്. ഇനി ഈ പുള്ള് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്റ്റെം ഇതിന്റെ ഇന്റർമീഡിയറ്റ് പാർട്ടിൽ വെച്ചിട്ട്, അതായത് ഈ റിവറ്റിനുള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് റിമൂവ് ആയി പോകും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ റിവറ്റിംഗ് ചെയ്യുന്നത്, ട്യൂബുലാർ റിവറ്റിൽ റിവറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പ് റിവറ്റ് ട്യൂബുലാർ റിവറ്റിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്യൂബുലാർ റിവറ്റ് ആണ് സെൻട്രൽ ഹോൾ ടൈപ്പ് പോപ്പ് റിവറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഈ ഒരു റിവറ്റിന്റെ സെന്ററിൽ ഒരു പ്രോപ്പർ ഹോൾ ഉണ്ടാവും. അങ്ങനെയുള്ള റിവറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രൽ ഹോൾ ടൈപ്പ് പോപ്പ് റിവറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റെം അതിന്റെ റിവറ്റിനുള്ളിൽ വെച്ചിട്ട് എന്താവുന്നില്ല, ബ്രേക്ക് ആവുന്നില്ല. പകരം ഈ സ്റ്റെമ്മിനൊപ്പം എന്ത് ചെയ്യും, ഈ റിവറ്റിനുള്ളിലൂടെ റിമൂവ് ആകും. അപ്പോൾ അവിടെ ഒരു സെൻട്രൽ ഹോള് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള റിവറ്റിങ്ങിനെയാണ് നമ്മൾ സെൻട്രൽ ഹോൾ ടൈപ്പ് പോപ്പ് റിവറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഡ്രെയിനേജ് ഫ്രം കാവിറ്റീസ്, അതുപോലെ ഹോളോ സെക്ഷൻ ഒക്കെ നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്ന എന്താണ്, സെൻട്രൽ ഹോൾ ടൈപ്പ് പോപ്പ് റിവറ്റ് ആണ്. അതാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറ്. ഡ്രെയിനേജ് ഫ്രം കാവിറ്റീസ് ആൻഡ് ഹോളോ സെക്ഷൻസ് നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ഹോൾ ടൈപ്പ് പോപ്പ് റിവറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് റിവറ്റ് ആണ് ഹാങ് റിവറ്റ് ബുഷസ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഹാങ് റിവറ്റ് ബുഷ്. ഇതിന്റെ ഒരു എഡ്ജിൽ ത്രെഡഡ് പാർട്ടും നെക്സ്റ്റ് എൻഡിൽ എന്താണ്, ഒരു തിൻ ഷീറ്റ് മെറ്റൽ പാർട്ടുമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്ക്രൂസോ ബോൾട്ടൊക്കെ കണക്ട് ചെയ്യാൻ, മെറ്റലിൽ കണക്ട് ചെയ്യാൻ സ്റ്റാൻഡേർഡ് നട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹാങ് റിവറ്റ് ബുഷസ്. ഇവിടെ ഈ ഹാങ് റിവറ്റ് ബുഷസ് നമ്മൾ ഷീറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹോളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഹാമർ ചെയ്തിട്ട് അവിടെ ഫിക്സ് ചെയ്യും. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഹാമർ ചെയ്ത് ഫിക്സ് ചെയ്യും. ഇനി എന്ത് ചെയ്യും, ഈ റിമൈനിങ് പാർട്ടിൽ എന്താണ്, ടാപ്പഡ് പാർട്ടാണ്. അതിൽ അവിടെ നമുക്ക് ഈ സ്ക്രൂസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ത്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള റിവറ്റിനെയാണ് നമ്മൾ ഹാങ് റിവറ്റ് ബുഷസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഷീറ്റ് മെറ്റൽ റിവറ്റ് ആണ് സെമി ട്യൂബുലാർ റിവറ്റ്. സെമി ട്യൂബുലാർ റിവറ്റിന്റെ കേസിൽ ഇവിടെ ഷാങ്കിൽ ഒരു സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ടാപ്പേഡ് ഹോൾ ഉണ്ടാവും. ഈ ഹോളിന്റെ ഡെപ്ത് മാക്സിമം 1.12 ടൈംസ് ഷാങ്ക് ഡയമീറ്റർ ആയിരിക്കും. ഹോളിന്റെ ഡെപ്ത് 1.12 ടൈംസ് ഷാങ്ക് ഡയമീറ്ററിനേക്കാൾ കുറവാണെങ്കിലാണ് നമ്മൾ സെമി ട്യൂബുലാർ റിവറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇൻസുലേറ്റഡ് റിവറ്റ്. ഇൻസുലേറ്റഡ് റിവറ്റ് എന്ന് പറയുമ്പോൾ സെമി ട്യൂബുലാർ റിവറ്റിന്റെ ഷാങ്കിന്റെ ഔട്ട് സൈഡിൽ ഒരു തിക്ക് നൈലോൺ കവറിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈപ്പ് റിവറ്റിനെയാണ് നമ്മൾ ഇൻസുലേറ്റഡ് റിവറ്റ് എന്ന് പറയുന്നത്. അതായത് റിവറ്റിന്റെ ഔട്ട് സൈഡ് എന്താണ്, ഇൻസുലേറ്റഡ് ആണ്. ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അസംബ്ലീസിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇൻസുലേറ്റഡ് ടൈപ്പ് റിവറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ആണ് ഫുൾ ട്യൂബുലാർ റിവറ്റ്. സെമി ട്യൂബുലാർ റിവറ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു സെൻട്രലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഷാങ്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹോളിന്റെ ഡെപ്ത് എത്രയാണ്, മാക്സിമം ഡെപ്ത് 1.12 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാങ്ക് ആണ്. ഇനി ഈ മാക്സിമം ഡെപ്ത് 1.12 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാങ്കിനേക്കാൾ കൂടുതലാണെങ്കിലാണ് നമ്മൾ ഫുൾ ട്യൂബുലാർ റിവറ്റ് എന്ന് പറയുന്നത്. 1.12 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാങ്കിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെമി ട്യൂബുലാർ റിവറ്റ് എന്ന് പറയാം. 1.12 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാങ്കിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കതിനെ ഫുൾ ട്യൂബുലാർ റിവറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ടൈപ്പ് ആണ് ബൈഫറിക്കേറ്റഡ് റിവറ്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിവറ്റ്. അതായത് റിവറ്റിന്റെ ഷാങ്ക് രണ്ട് പ്രോങ്സ് ആയിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ടൈപ്പ് റിവറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈഫറിക്കേറ്റഡ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിവറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മെറ്റൽ പിയേഴ്സിംഗ് റിവറ്റ്. അതായത് സെൽഫ് പിയേഴ്സിംഗ് റിവറ്റ് ആണെന്ത്, മെറ്റൽ പിയേഴ്സിംഗ് റിവറ്റ്. അതായത് അതിന് ഒരു റിവറ്റ് ഹോളിന്റെ ആവശ്യമില്ല, അതിന്റെ ഹോൾ എന്ത് ചെയ്യും, സെൽഫായിട്ട് പിയേഴ്സ് ചെയ്യും. അങ്ങനെയുള്ള റിവറ്റിനെയാണ് നമ്മൾ മെറ്റൽ പിയേഴ്സിംഗ് റിവറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് റിവറ്റിംഗിൽ പറയാനുള്ളതാണ് ഹാൻഡ് റിവറ്റിംഗ് ടൂൾസ്. അതിൽ ആദ്യത്തേത് റിവറ്റ് സെറ്റ്. ഈ കാണിച്ചിരിക്കുന്നതാണ് റിവറ്റ് സെറ്റ്. റിവറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ റിവറ്റഡ് ജോയിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവറ്റിംഗ് ചെയ്യുമ്പോൾ ആ പ്ലേറ്റുകളെ ക്ലോസ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്
പ്ലേറ്റുകളെ പരസ്പരം ക്ലോസ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് എന്ത്, റിവറ്റ് സെറ്റ്. ഈ റിവറ്റ് സെറ്റ് ഈ പ്ലേറ്റുകൾക്കിടയിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലേറ്റുകളെ ക്ലോസ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടൂളിനെയാണ് നമ്മൾ റിവറ്റ് സെറ്റ് എന്ന് പറയുന്നത്, ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഹാൻഡ് റിവറ്റിംഗ് ടൂളാണ് ഡോളി. റിവറ്റിംഗ് ചെയ്യുമ്പോൾ റിവറ്റിന്റെ ഹെഡിന്റെ ഷേപ്പിന് ഡിഫോർമേഷൻ ഇല്ലാതെ ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോളി എന്ന് പറയുന്നത്. അതായത് ഹെഡിന്റെ ഷേപ്പിന് ഡാമേജ് ഉണ്ടാവാതെ ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൂളാണ് എന്ത്, ഡോളി. നെക്സ്റ്റ് ഹാൻഡ് റിവറ്റിംഗ് ടൂളാണ് റിവറ്റ് സ്നാപ്പ്. റിവറ്റ് സ്നാപ്പ് എന്ന് പറയുമ്പോൾ റിവറ്റ് സ്നാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈനൽ ടെയിൽ പാർട്ട് ഹെഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവറ്റ് സ്നാപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ റിവറ്റ് സ്നാപ്പ് യൂസ് ചെയ്തിട്ട് ഈ ടെയിൽ പാർട്ടിനെ ഹാമർ ചെയ്യുമ്പോൾ, റിവറ്റ് സ്നാപ്പ് വെച്ചിട്ട് ഈ ടെയിൽ പാർട്ട് ഹാമർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഹാൻഡ് റിവറ്റിംഗ് റൂള്, നെക്സ്റ്റ് ഹാൻഡ് റിവറ്റിംഗ് ടൂള് റിവറ്റ് സ്നാപ്പ്. റിവറ്റ് സ്നാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ റിവറ്റിന്റെ ടെയിൽ പാർട്ട് ഹെഡ് ഷേപ്പിലേക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണിത്, റിവറ്റ് സ്നാപ്പ്. നമ്മൾ റിവറ്റ് സ്നാപ്പ് വെച്ചിട്ട് ഈ ടെയിൽ പാർട്ട് ഹാമർ ചെയ്യുമ്പോൾ റിവറ്റ് സ്നാപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്യാവിറ്റിന്റെ ഷേപ്പിലേക്ക് എന്ത് ചെയ്യും, ഹെഡ് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ഷേപ്പിലുള്ള റിവറ്റ് ഹെഡ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, റിവറ്റ് സ്നാപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഷേപ്പിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ടെയിൽ പാർട്ട് ഹെഡ് ഫോം ചെയ്യുക. ഈ നെക്സ്റ്റ് ഹാൻഡ് റിവറ്റിംഗ് റൂളാണ് കമ്പൈൻഡ് റിവറ്റ് സെറ്റ്. റിവറ്റ് സെറ്റും റിവറ്റ് സ്നാപ്പും കൂടെ ചേർന്നിട്ടുള്ള ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പൈൻഡ് റിവറ്റ് സെറ്റ് എന്ന് പറയുന്നത്. റിവറ്റ് സെറ്റും റിവറ്റ് സ്നാപ്പും ഒന്നിച്ച് വരുന്ന ടൂളാണ് എന്ത്, കമ്പൈൻഡ് റിവറ്റ് സെറ്റ്. നെക്സ്റ്റ് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ്. അതായത് നമ്മൾ റിവറ്റിംഗ് ചെയ്യുമ്പോൾ പ്ലേറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹോൾസിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് എന്ത്, റിവറ്റ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അലൈൻ ദ ഹോൾ ടു ബി റിവറ്റഡ്. റിവറ്റ് ചെയ്യേണ്ട ഹോളുകൾ പരസ്പരം അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ഹാൻഡ് റിവറ്റിംഗ് ടൂൾസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫക്റ്റ് ഇൻ റിവറ്റിംഗ്. റിവറ്റിംഗിലെ ഡിഫക്റ്റ്. ആദ്യത്തേത് ദ ഹോൾസ് ഓൺ ദ പ്ലേറ്റ് ആർ നോട്ട് ഇൻ ലൈൻ. രണ്ട് പ്ലേറ്റിലെ ഹോൾസുകൾ പ്രോപ്പർ ലൈനിലല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, റിവറ്റ് വിൽ ഡീഫോം. റിവറ്റ് ഡീഫോം ആവും. റിവറ്റ് എന്താവില്ല, കംപ്ലീറ്റ് ആയിട്ട് ഹോളിൽ ഫിൽ ആവില്ല. സെക്കൻഡ് ഡിഫക്റ്റ്, ഷാങ്ക് ഓഫ് റിവറ്റ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദ പ്ലേറ്റ് ബിഫോർ റിവറ്റിംഗ്. റിവറ്റിംഗിൽ ഈ ഷാങ്ക് പ്ലേറ്റിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെയും എന്താവും, റിവറ്റ് ഡീഫോം ആവും. അവിടെ ഹോളിൽ കംപ്ലീറ്റ് ആയിട്ട് റിവറ്റ് ഫിൽ ആവില്ല. അത് നെക്സ്റ്റ് ഡിഫക്റ്റ്. തേർഡ് ഡിഫക്റ്റ്, റിവറ്റ് ലെങ്ത് ഈസ് ടു ലെങ്ത്. റിവറ്റിന്റെ ലെങ്ത് വളരെയധികം കൂടുതലാണെങ്കിൽ അവിടെ ഹെഡ് ഫോം ചെയ്യുമ്പോൾ ഹെഡിന് അറൗണ്ട് ആയിട്ട് ഇതുപോലെ ഫ്ലാഷസ് ഫോം ചെയ്യും. ടെയില് നമ്മൾ ഹാമർ ചെയ്ത് ഹെഡ് ഷേപ്പ് ഫോം ചെയ്യുമ്പോൾ ഹെഡിന് അറൗണ്ട് ആയിട്ട് ഇതുപോലെ എന്ത് ചെയ്യും, ഫ്ലാഷസ് ഫോം ചെയ്യും. ഇനി നെക്സ്റ്റ് ഡിഫക്റ്റ്, റിവറ്റ് ലെങ്ത് ഈസ് ടു ഷോർട്ട്. റിവറ്റിന്റെ ലെങ്ത് വളരെ കുറവാണെങ്കിൽ, പ്ലേറ്റിന്റെ തിക്നെസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ റിവറ്റിന്റെ ലെങ്ത് വളരെ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ പ്രോപ്പർ ഹെഡ് ഫോം ചെയ്യില്ല. ടെയില് നമ്മൾ ഹാമർ ചെയ്തിട്ട് ഹെഡ് ഫോം ചെയ്യുമ്പോൾ അവിടെ പ്രോപ്പർ ഹെഡ് ഫോം ചെയ്യില്ല, വീക്ക് ജോയിന്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അവിടെ വീക്ക് ജോയിന്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. പ്ലേറ്റും ഡാമേജ് ആവും, ജോയിൻ ചെയ്യുന്ന പ്ലേറ്റുകളും ഡാമേജ് ആവും. നെക്സ്റ്റ് ഡിഫക്റ്റ് ആണ് ഹോൾസ് ടു ലാർജ്. റിവറ്റ് ഹോൾസ് വളരെയധികം വലുതാണെങ്കിൽ, അതായത് റിവറ്റ് ഹോൾസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിയറൻസ് വളരെ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, റിവറ്റിന്റെ ഷാങ്ക് ബെൻഡ് ചെയ്യും. അവിടെ ക്ലോസിംഗ് ഹെഡ് ഫോം ചെയ്യില്ല, ഹെഡ് പ്രോപ്പർ ആയിട്ടുള്ള ക്ലോസിംഗ് ഹെഡ് ഫോം ചെയ്യില്ല. നെക്സ്റ്റ്, പ്ലേറ്റ് ആർ നോട്ട് ഇനഫ് ടൈറ്റൻഡ് ബൈ റിവറ്റ് സെറ്റർ. റിവറ്റ് സെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്ലേറ്റ് പ്രോപ്പർ ആയിട്ട് ടൈറ്റൻ ചെയ്ത് പിടിച്ചില്ലെങ്കിൽ, അതായത് രണ്ട് പ്ലേറ്റുകൾ പ്രോപ്പർ ആയിട്ട് ടൈറ്റൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇൻ ബിറ്റ്വീൻ പാർട്ടിൽ ഷാങ്ക് ബൾജ് ചെയ്തിട്ട് അവിടെ ഒരു പ്രോപ്പർ അല്ലാത്ത റിവറ്റഡ് ജോയിന്റ്സ് ആയിരിക്കും ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു വീക്ക് ജോയിന്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഇനി നെക്സ്റ്റ് ഡിഫക്റ്റ്, ബേഴ്സ് ബിറ്റ്വീൻ പ്ലേറ്റ് ആൻഡ് ഇൻ ഡ്രിൽഡ് ഹോൾസ്. ഡ്രിൽഡ് ഹോൾസിന്റെയും പ്ലേറ്റിന്റെ ഇടയിൽ സ്മോൾ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്മോൾ ബേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഷീറ്റുകൾ പ്രോപ്പർ ആയിട്ട് ക്ലോസ് ആവില്ല. അവിടെ ജോയിൻ ചെയ്യുന്ന ജോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു വീക്ക് ജോയിന്റ് ആയിരിക്കും. അതാണ് നെക്സ്റ്റ് ഡിഫക്റ്റ്.
ഇനി ലാസ്റ്റ് വൺ, റിവറ്റ് ഹെഡ് ഈസ് നോട്ട് സെന്റേഡ് വിത്ത് ഷാങ്ക് ഓർ ബോഡി ഓഫ് ദ റിവറ്റ്. ബോഡി ഓഫ് ദ റിവറ്റുമായിട്ട് റിവറ്റ് ഹെഡ് പ്രോപ്പർ ആയിട്ട് സെന്റേഡ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ റിവറ്റിംഗ് ടൂള് കാരണം ഈ ഷീറ്റ് ഡാമേജ് ആവും. കാരണം ഹെഡ് പ്രോപ്പർ ആയിട്ട് സെന്റേഡ് അല്ലാത്തതുകൊണ്ട് റിവറ്റിംഗ് ടൂള് ഷീറ്റിനെ ഡാമേജ് ആവും. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ഡിഫക്റ്റ് ഇൻ റിവറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കോക്കിംഗ് ആൻഡ് ഫുള്ളറിംഗ്. കോക്കിങ്ങും ഫുള്ളറിംഗും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേമാണ്. റിവറ്റിംഗിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേമാണ് കോക്കിങ്ങും ഫുള്ളറിംഗ്. രണ്ടും ലീക്ക് പ്രൂഫിംഗ് ടെക്നിക്സ് ആണ്. റിവറ്റഡ് ജോയിന്റ്സിലെ ലീക്ക് പ്രൂഫിംഗ് ടെക്നിക്സ് ആണ് കോക്കിങ്ങും ഫുള്ളറിംഗ്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത്, കോക്കിംഗ് ടൂൾ എന്ന് പറയുന്നത് റിവറ്റിന്റെ പ്ലേറ്റിന്റെ തിക്നെസ്സിനേക്കാൾ തിക്നെസ് കുറഞ്ഞ ടൂളാണ് കോക്കിംഗ് ടൂൾ. വളരെ തിക്നെസ് കുറഞ്ഞ ടൂളാണ് കോക്കിംഗ് ടൂൾ. ഈ കോക്കിങ്ങിൽ നമ്മൾ പ്ലേറ്റിന്റെ എഡ്ജും അതുപോലെ ഹെഡിന്റെ എഡ്ജും പ്രസ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ലീക്ക് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റിന്റെ എഡ്ജും നമ്മൾ പ്രസ് ചെയ്യും, റിവറ്റിന്റെ ഹെഡിന്റെ എഡ്ജും പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് കോക്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ലീക്ക് പ്രൂഫിംഗ് ചെയ്യുന്നത്. ഇനി ഫുള്ളറിംഗിന്റെ കേസിൽ ഫുള്ളറിംഗ് ടൂളും പ്ലേറ്റിന്റെ തിക്നെസ്സും സെയിം ആയിരിക്കും. ഫുള്ളറിംഗ് ടൂളിന്റെ തിക്നെസ്സും പ്ലേറ്റിന്റെ തിക്നെസ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് പ്ലേറ്റിന്റെ എഡ്ജ് മാത്രമാണ്. ഇവിടെ ഹെഡിന്റെ എഡ്ജ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നില്ല. ഇവിടെ ലീക്ക് പ്രൂഫിംഗ് ചെയ്യുന്നത് പ്ലേറ്റിന്റെ എഡ്ജ് മാത്രം ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ലീക്ക് പ്രൂഫിംഗ് ടെക്നിക്സിനെയാണ് നമ്മൾ ഫുള്ളറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോക്കിങ്ങും ഫുള്ളറിംഗും രണ്ട് ലീക്ക് പ്രൂഫിംഗ് ടെക്നിക്സ് ആണ്. റിവറ്റഡ് ജോയിന്റ്സിലെ രണ്ട് ലീക്ക് പ്രൂഫിംഗ് ടെക്നിക്സ് ആണ് കോക്കിങ്ങും ഫുള്ളറിംഗും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിന്റ്സ്. റിവറ്റഡ് ജോയിന്റ്സ് ഈ പറഞ്ഞ 4 തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലായിരിക്കും ഫെയിലിയർ ആവുക. അതായത് ഷിയറിംഗ് ഓഫ് റിവറ്റ്, ക്രഷിംഗ് ഓഫ് മെറ്റൽ, സ്പ്ലിറ്റിംഗ് ഓഫ് മെറ്റൽ, ടിയറിംഗ് ഓഫ് പ്ലേറ്റ്. ഇങ്ങനെ 4 തരത്തിലാണ് റിവറ്റഡ് ജോയിന്റ്സ് ഫെയിലിയർ ആവുക. ഇതിൽ ഏത് തരത്തിലാണ് റിവറ്റഡ് ജോയിന്റ്സ് ഫെയിലിയർ ആവുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ റിവറ്റഡ് ജോയിന്റ്സിന്റെ സ്ട്രെങ്ത് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഷിയറിംഗ് ഓഫ് റിവറ്റ്. ഷിയറിംഗ് ഓഫ് റിവറ്റ് എന്ന് വെച്ചാൽ റിവറ്റഡ് ജോയിന്റ്സിൽ ഈ പ്ലേറ്റുകൾ പരസ്പരം ഷിയർ ചെയ്തിട്ട് ഇതുപോലെ ഫെയിലിയർ ആവുന്നതിനാണ് നമ്മൾ ഷിയറിംഗ് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത്. ഈ ഷിയറിംഗ് ഫെയിലിയർ ഉണ്ടാകുന്നത് റിവറ്റിന്റെ ഡയമീറ്റർ പ്ലേറ്റിന്റെ തിക്നെസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ പ്ലേറ്റിന്റെ തിക്നെസ്സിനേക്കാൾ ഡയമീറ്റർ കുറവാണെങ്കിലാണ് ഈ ഷിയറിംഗ് ഫെയിലിയർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഷിയറിംഗ് ഫെയിലിയർ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിവറ്റിന്റെ ഡയമീറ്റർ ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റിന്റെ തിക്നെസ്സിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് ഫെയിലിയർ ആണ് ക്രഷിംഗ് ഓഫ് റിവറ്റ്. ക്രഷിംഗ് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത് റിവറ്റിന്റെ ഡയമീറ്റർ പ്ലേറ്റിന്റെ തിക്നെസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണെങ്കിൽ, പ്ലേറ്റിന്റെ തിക്നെസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ റിവറ്റിന്റെ ഡയമീറ്റർ വളരെ കൂടുതലാണെങ്കിൽ റിവറ്റ് അതിന്റെ ഫ്രണ്ടിലുള്ള പ്ലേറ്റിനെ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് റിവറ്റ് ജോയിന്റ് എന്ത് ചെയ്യും? ഫെയിലിയർ ആവാം. അങ്ങനെയുള്ള ഫെയിലിയറിനെയാണ് നമ്മൾ ക്രഷിംഗ് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ സ്പ്ലിറ്റിംഗ് ഓഫ് ദ മെറ്റൽ. സ്പ്ലിറ്റിംഗ് ഓഫ് ദ മെറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, അതായത് റിവറ്റിന്റെ എഡ്ജിൽ നിന്ന് നിയറസ്റ്റ് റിവറ്റിലേക്ക്, അതായത് റിവറ്റഡ് ജോയിന്റിന്റെ പ്ലേറ്റിന്റെ എഡ്ജിൽ നിന്ന് നിയറസ്റ്റ് റിവറ്റിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് 2 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് അല്ലെങ്കിൽ 2 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എഡ്ജിൽ നിന്ന് പ്ലേറ്റ് ടിയർ ചെയ്തിട്ട് റിവറ്റഡ് ജോയിന്റ്സ് ഫെയിലിയർ ആവാം. അല്ലെങ്കിൽ എഡ്ജിൽ നിന്ന് പ്ലേറ്റ് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ട്, എഡ്ജിൽ നിന്ന് റിവറ്റിലേക്ക് പ്ലേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് റിവറ്റഡ് ജോയിന്റ്സ് ഫെയിലിയർ ആവാം. അങ്ങനെയുള്ള ഫെയിലിയറിനെയാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് ഓഫ് റിവറ്റ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് റിവറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്ജിൽ നിന്ന് നിയറസ്റ്റ് റിവറ്റിലേക്ക് മിനിമം 2 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റിന്റെ ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ ടിയറിംഗ് ഓഫ് പ്ലേറ്റ്. ടിയറിംഗ് ഓഫ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ റിവറ്റിംഗിൽ പിച്ച് വളരെ കുറവാണെങ്കിൽ, അതായത് ഒരേ റോയിലെ 2 റിവറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 2 ക്ലോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഈ റിവറ്റിന്റെ സെൻട്രൽ ലൈനിന് എലോങ് ആയിട്ട് പ്ലേറ്റ് ടിയർ ചെയ്തിട്ട് ഫെയിലിയർ സംഭവിക്കാം. സെൻട്രൽ ലൈനിന് എലോങ് ആയിട്ട് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ പ്ലേറ്റ് ടിയർ ചെയ്തിട്ട് ഫെയിലിയർ സംഭവിക്കാം. അതിനെയാണ് നമ്മൾ ടിയറിംഗ് ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? റിവറ്റുകൾക്കിടയിലുള്ള മിനിമം ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ, മിനിമം ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു 3 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. അതിനേക്കാൾ കുറവാണെങ്കിൽ, പിച്ച് അതിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? റിവറ്റുകളുടെ സെൻട്രൽ ലൈനിന് എലോങ് ആയിട്ട് പ്ലേറ്റ് ടിയർ ചെയ്തിട്ട് ഫെയിലിയർ സംഭവിക്കും. അങ്ങനെയുള്ള ഫെയിലിയറിനെയാണ് നമ്മൾ ടിയറിംഗ് ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏത് ഫെയിലിയർ ആണ് റിവറ്റിൽ ഉണ്ടാവുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് റിവറ്റിന്റെ സ്ട്രെങ്ത് നമ്മൾ പറയുന്നത്, റിവറ്റഡ് ജോയിന്റിന്റെ സ്ട്രെങ്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
ഷീറ്റ് മെറ്റൽ റിവറ്റ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. താങ്ക് യു.